इकोनॉमी पे पहुंच के रहेगा भारत और ये മോദി की गारंटी है. ഇന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി $4 ട്രില്യൺ അടുത്തെത്തി നിൽക്കുമ്പോൾ 2028 ഇന്ത്യ $5.5 ട്രില്യൺ സാമ്പത്തിക സ്ഥിതി കൈവരിക്കും എന്ന് പറയുന്നത് IMFും വേൾഡ് ബാങ്കും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളാണ്. എന്തുകൊണ്ടത് സാധ്യമാണ് എന്ന് പരിശോധിച്ചാൽ ലോകത്ത് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ എക്കണോമി $27 ട്രില്യൺ ആണ്. ലോകത്ത് ആകെ GDPയുടെ 26%. രണ്ടാം സ്ഥാനത്തുള്ള ചൈന $18 ട്രില്യൺ കൈവശം വെച്ച് GDPയുടെ 17% അലങ്കരിക്കുന്നു. എന്നാൽ നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ GDP 4.5 ട്രില്യനും ജപ്പാൻ്റേത് 4.3 ട്രില്യനുമായിരിക്കുമ്പോൾ ഇന്ത്യ മോദി ഭരണകാലത്ത് $4 ട്രില്യൺ എന്ന മികച്ച സ്ഥാനം തൊടാൻ പോകുന്നു. 2014 മോദി അധികാരത്തിൽ കയറുമ്പോൾ ഭാരതം വെറും 1.5 ട്രില്യൺ GDP പോലും നേടാനാവാതെ കാനഡയ്ക്ക് പിന്നിൽ 11ാം സ്ഥാനത്തായിരുന്നു എന്നതും ഇന്ന് 4 ട്രില്യണോളം നേടി 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നും രാഷ്ട്രീയ തിമിരം മാറ്റിവെച്ച് പഠിച്ചാൽ മോദിയുടെ പരിശ്രമത്തിന് ആരായാലും കൈയടിച്ചു പോകും. എന്നാൽ മോദിയുടെ ഇന്ത്യക്ക് അതുക്കും മേലെ പോകാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി നമ്മൾ യഥാവിധി ഉപയോഗിച്ചാൽ, ദീർഘവീക്ഷണവും ദിഷണാശാലിയുമായ ഒരു ഭരണാധികാരിയും ഭരണകൂടവും പ്രവർത്തിച്ചാൽ 10 ട്രില്യൺ എക്കണോമി പോലും ഈസിയായി സാധ്യമാണ് എന്ന് നമ്മളും സമ്മതിക്കും. അതിന് ആദ്യം വേണ്ടത് മോദി അല്ലെങ്കിൽ മോദിയേക്കാൾ കേവനായ ഭരണാധികാരി ഇനി ഭാരതം തുടർച്ചയായി കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരത സാമ്പത്തിക ക്രമത്തിൽ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. തൽക്കാലം മോദി ഒരിക്കൽ കൂടി കേവല ഭൂരിപക്ഷം നേടി ഭാരതം ഭരിക്കേണ്ടി വരും എന്ന് സാരം. അസാധ്യതയിലെ സാധ്യത എന്ന സാക്ഷാൽ APJ അബ്ദുൽ കലാം എഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യയുടെ വികസനത്തിന് എല്ലാവരും റഫറൻസായി ഉപയോഗിക്കേണ്ട മൂലഗ്രന്ഥം. അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് അദ്ദേഹത്തിന് രാജ്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും അതേസമയം ദൗർബല്യവും ഇന്ത്യയുടെ ജനസംഖ്യ തന്നെയാണ് എന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാമാണ്. ഓരോ വ്യക്തിയുടെ വരുമാനം വർദ്ധിപ്പിച്ചു മാത്രമേ രാജ്യത്തിൻ്റെ GDPയും വർദ്ധിപ്പിക്കാനാകൂ. അതുകൊണ്ട് തന്നെ അനൗദ്യോഗികമായി ഇന്ന് 142 കോടി ജനസംഖ്യയുള്ള ഭാരതത്തിൻ്റെ വ്യക്തിഗത വരുമാനത്തിൽ വർധനവുണ്ടായാൽ രാജ്യം ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ആകെ ജനസംഖ്യയിൽ പകുതിയിലധികം ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം കുറയുകയും ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ വലിയൊരു ഭാഗം പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനും അവരെ സംരക്ഷിക്കാനും വീട് വയ്ക്കാനും സബ്സിഡികൾ നൽകാനുമായി ചെലവഴിക്കപ്പെട്ടു പോകുന്നതാണ് കാലങ്ങളായി നടക്കുന്നത്. അവിടെയാണ് വോട്ട് ബാങ്കിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ കിറ്റും ഫ്രീബീസും പണവും മദ്യവും വാങ്ങി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആകെയുള്ള ജനസംഖ്യയിൽ ഭൂരിഭാഗവും തൊഴിൽ ചെയ്യുകയോ സ്വയം സംരംഭം തുടങ്ങി മുന്നോട്ട് വരികയോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഗവൺമെൻറ്റിനാണ് ജനം വോട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ മദ്യവും ഭക്ഷണവും സൗജന്യമായി തന്ന് ജനങ്ങളെ അലസന്മാരാക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ജനതയോടും രാജ്യത്തോടും വരും തലമുറയോടും ചെയ്യുന്നത് കൊടിയ വഞ്ചനയാണ് എന്നത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയണം. മോദി തന്നെ 2014 രാജ്യഭരണം ഏറ്റെടുത്ത് അമേരിക്കയിൽ പോയി ആദ്യമായി ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യയുടെ ശക്തി എന്നത് ഇന്ത്യയുടെ ജനസംഖ്യയിലെ യുവത്വത്തിൻ്റെ ശരാശരിയാണ്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 58% 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അതായത് കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയാൽ അടുത്ത 20 വർഷം കൊണ്ട് രാജ്യത്തെ ലോകത്ത് തന്നെ ഒന്നാമതാക്കി മാറ്റാൻ കഴിയും. അതിന് രാജ്യത്ത് വ്യവസായ വളർച്ചയുണ്ടാവണം, തൊഴിലവസരം വർദ്ധിപ്പിക്കണം. അതിന് ആദ്യം വിദേശത്തു നിന്ന് പോലും വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരണം. രാജ്യത്ത് ചുവപ്പ് നാടകളിൽ കുരുങ്ങി വ്യവസായം തുടങ്ങാൻ വരുന്നവരെ മടിപ്പിക്കാതിരിക്കണം. അതിനാണ് നരേന്ദ്രമോദി ആദ്യ ടൈമിൽ തന്നെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് ചുവപ്പ് നാടക്കുരുക്ക് ഇല്ലാതാക്കാൻ കാലഹരണപ്പെട്ട 100ഓളം നിയമങ്ങൾ എടുത്തു മാറ്റിയെന്നും 24 മണിക്കൂറിൽ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ കഴിയും വിധം ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഇന്ത്യയിലേക്ക് നിക്ഷേപത്തിന് ക്ഷണിച്ചത്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന 15നും 60നും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ ശരാശരി 60%. അതായത് ആകെയുള്ള 142 കോടിയിൽ 84 കോടി ജനങ്ങൾക്കും ഇന്ന് ഈ രാജ്യത്ത് ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളവരാണ്. 60 വയസ്സിന് മുകളിൽ കുടുംബത്തിലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മുതിർന്നവർ 10% മാത്രമേ ഉള്ളൂ എന്നത് ഇന്ത്യയുടെ കരുത്താണ്. അത് മോദി കാരണം ഉണ്ടായതല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ യുവത്വത്തിൻ്റെ ശരാശരി കുറവും മുതിർന്ന ആളുകൾ കൂടുതലുമാണ്. യുവത്വമാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് കാനഡ, ഓസ്ട്രേലിയ, UK, അമേരിക്ക തുടങ്ങി PR നൽകുന്ന വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് 20നും 45നും ഇടയിലുള്ള ആളുകൾക്ക് മുൻഗണന നൽകുന്നത്. ഭാര്യയും 2 കുട്ടികളുമായി വരുമ്പോൾ അവരെ കൂടുതൽ താല്പര്യത്തോടെ ആ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത് കൂടെ വരുന്ന ആ കുട്ടികൾ നാളെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പോകുന്ന അവരുടെ പൗരന്മാരാകും എന്നതുകൊണ്ടാണ്.
പഠിക്കാനും ജോലി ചെയ്യാനുമായി അനേകം കുട്ടികൾ കേരളം വിടുന്നതിനെ ഒരു നേട്ടമായി ആഘോഷിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിന് ഒരു വിഷനോ രാജ്യം വളരണമെന്ന ആഗ്രഹമോ ഇല്ലെന്നുള്ളത് ഈ സമീപനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. എന്നിട്ടും കിറ്റ് കിട്ടിയതിനും മദ്യം നൽകിയതിനും വോട്ട് ചെയ്യുന്ന ചിന്താശേഷിയില്ലാത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ ശാപം. കടം കൂടുന്നതുകൊണ്ട് കേരള ഭരണം പിണറായി പോലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കുക, രാജ്യമായാലും സംസ്ഥാനമായാലും ഇന്ന് വാങ്ങി ഉപയോഗിക്കുന്ന കടം വീട്ടുന്നത് 10-20 വർഷം കഴിഞ്ഞുള്ള ഭരണകൂടവും തലമുറയുമാണ്. ഉദാഹരണത്തിന് പിണറായി ഗവൺമെൻറ് വാങ്ങിയ കിഫ്ബി കടം വീട്ടാൻ തുടങ്ങേണ്ടത് 2031-ലാണ്. അന്ന് ആരാവും കേരളം ഭരിക്കുക എന്ന് ആലോചിക്കുക. പിണറായിക്കോ തോമസ് ഐസക്കിനോ KM മാണിക്കോ കടം വാങ്ങുന്ന ബാലഗോപാലിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ ശരാശരി കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കടം വീട്ടാനും സാമ്പത്തിക വളർച്ച നേടാനും അനുകൂല സാഹചര്യമുള്ളതുപോലെ തന്നെ കേരളത്തിൽ വൃദ്ധസമൂഹം കൂടുകയും യുവത്വം നാടുവിടുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ വരും കാലത്ത് ചെലവ് കൂടുകയും ഭൂമി വില കുറയുകയും വരുമാനം ഇല്ലാതാവുകയുമാണ് ഉണ്ടാകുക. മലയാളി അതൊന്നും അനുഭവിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല. ഇനിയും 10 വർഷം കൂടി കഴിയുമ്പോഴാണ് അത് അനുഭവത്തിൽ വരിക. അന്ന് കയ്യും കാലും ഇട്ടടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. രാജ്യത്ത് നിലവിലുള്ള വർക്കിംഗ് പോപ്പുലേഷൻ വിഭാഗത്തിൽപ്പെടുന്ന 15-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വരുമാനമാർഗം ഉണ്ടായിക്കൊടുക്കുക എന്നാണ് വിഷനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ആദ്യ ലക്ഷ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്ത് റോഡ്, വിമാനത്താവളം, തുറമുഖം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രം മോദി ഗവൺമെൻറ് ചെലവഴിച്ചത് 13 ലക്ഷം കോടി രൂപയാണ്. നിതിൻ ഗഡ്കരി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, അമേരിക്ക ഇന്ന് കാണുന്ന അമേരിക്കയാവാൻ അടിസ്ഥാനം അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് പോലും നടത്തിയ റോഡ് വികസനമാണ്. ഈസിയായി ഗതാഗത ചരക്ക് നീക്കം സാധ്യമായാൽ മാത്രമേ ഒരു കമ്പനി രാജ്യത്ത് നിക്ഷേപം നടത്തൂ. അങ്ങനെ നിക്ഷേപങ്ങൾ ഉണ്ടായാലേ വ്യവസായം വളരൂ. വ്യവസായം വളർന്നാൽ യുവത്വത്തിന് തൊഴിൽ കിട്ടും, വരുമാനം വർദ്ധിക്കും, രാജ്യവും സാമ്പത്തിക വളർച്ച നേടും. വാർഷിക ബജറ്റിലെ നികുതി വരുമാനവും കടവും മുഴുവനായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വോട്ട് ബാങ്ക് നിലനിർത്താനുമുള്ള ഗിമ്മിക്കിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന കേരളത്തിന് വികസനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും കേരളത്തിൽ നടക്കുന്നത് കേന്ദ്രവിഹിതമായ 40,000 കോടി രൂപ കൊണ്ട് മാത്രമാണ്. അത് വകമാറ്റി ചെലവഴിക്കാൻ പറ്റാത്ത വിധം കണക്ക് ചോദിക്കുന്നതാണ് ഇടതുപക്ഷത്തിന് അലോസരമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നാട് നടന്ന് കേന്ദ്രത്തെയും ഗവർണർമാരെയും കേരളത്തിൻ്റെ ഭരണാധികാരികൾ തെറി പറയുന്നത്. രാജ്യത്തിൻ്റെ പ്രധാന സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ രാജ്യത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആക്കുന്നതിന് വേണ്ടി മോദി എന്ത് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഉൽപ്പാദന, വ്യവസായ, സേവന മേഖലയിലാണ് രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത്. രാജ്യത്തിൻ്റെ വളർച്ച കാർഷിക അഭിവൃദ്ധിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് APJ അബ്ദുൽ കലാം പറയാൻ കാരണം ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല കൃഷി ആയതുകൊണ്ടാണ്. ആകെ ജനസംഖ്യയുടെ 42% ആളുകളും ജോലി ചെയ്യുന്ന കാർഷിക മേഖല പക്ഷേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ 20% മാത്രമേ നൽകുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇത് 0.5% പോലുമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കാർഷിക മേഖലയിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ മോദി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണ്. രാജ്യത്ത് ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമിയിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ കൃഷി സിഞ്ചായി യോജന മുതൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന, സോയിൽ കാർഡ്, യന്ത്രവൽക്കരണം, സബ്സിഡി, മിത്ത് പദ്ധതി, കിസാൻ സമ്മാൻ നിധി തുടങ്ങി ഓർഗാനിക് പഴം പച്ചക്കറികളുടെ ബ്രാൻഡ് അംബാസഡറാകാൻ പോലും മോദി മുന്നോട്ട് വരുന്നത് ആ ലക്ഷ്യത്തോടെയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ വെറും 25 സീറ്റുകൾക്ക് വേണ്ടിയിട്ടല്ല, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഓർഗാനിക് ഫാമിങ്ങും ടൂറിസവും പ്രോത്സാഹിപ്പിക്കാനാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു മന്ത്രിയും വിവിധ റോഡ്, റെയിൽ, ആകാശ കണക്ടിവിറ്റി സൗകര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ മോദി ശ്രമിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി മോദി നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് ഒരു വീഡിയോ പൂർണ്ണമായി മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രാജ്യത്ത് കാർഷിക അഭിവൃദ്ധി ഉണ്ടാകാൻ കൃഷി മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർക്ക് താൽപ്പര്യമുണ്ടാക്കാനും അതുവഴി കർഷകർക്ക് വരുമാന വർധന ഉണ്ടാക്കാനുമാണ് മോദി കാർഷിക ബിൽ കൊണ്ടുവന്നത്. പാവം കർഷകരെ മോദിയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിക്കാൻ BJP പരാജയപ്പെട്ടപ്പോൾ കാർഷിക അഭിവൃദ്ധി ഉണ്ടായാൽ രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന വളർച്ച നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന മോദി വിരുദ്ധ ലോബി കർഷകരിൽ ചിലരെ ഉപയോഗിച്ച് സമരം നടത്തി ആ ബിൽ പിൻവലിപ്പിച്ചു. ഒരുപക്ഷെ ഈ തീസറ ടൈമിൽ പുതുക്കിയ കാർഷിക ബിൽ വീണ്ടും വന്നേക്കാം. കാരണം അത് രാജ്യ പുരോഗതിക്കും കർഷകരുടെ വരുമാന വർധനവിനും അത്യാവശ്യം തന്നെയാണെന്ന് മോദിക്കറിയാമല്ലോ. രാജ്യത്തെ ജനസംഖ്യയുടെ 25% ആളുകൾ ജോലി ചെയ്യുന്ന വ്യവസായ മേഖല GDPക്ക് നൽകുന്ന സംഭാവന 25%. പക്ഷേ അതിൽ പോലും 14% സംഭാവന നൽകുന്നത് കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അഥവാ ഉൽപ്പാദന മേഖലയിൽ വരുമാന വർധന ഉണ്ടായാലേ രാജ്യത്ത് വ്യവസായ പുരോഗതിയും കയറ്റുമതിയിൽ വർധനവും ഉണ്ടാകും. ലോകത്ത് ആവശ്യമുള്ള സാധനങ്ങളുടെ 18% നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന ചൈനയ്ക്ക് മുൻപിൽ ഇന്ത്യയുടെ ഉൽപ്പാദന കയറ്റുമതി കേവലം 1-2% മാത്രമാണ് ഇപ്പോഴും. അവിടെയാണ് മുദ്ര, PMEGP, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ മോദി കൊണ്ടുവന്നതും അതിൽ തന്നെ ഉൽപ്പാദന സേവന മേഖലയ്ക്ക് ലോൺ കൂടുതൽ കൊടുക്കുന്നതും. താഴേക്കിടയിൽ കുടുംബശ്രീയിൽ പോലും ഉൽപ്പാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകാൻ മോദി ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്.
ഇപ്പോഴും 11% മാത്രമാണ് രാജ്യത്തെ പ്രൊഡക്ഷൻ മേഖല രാജ്യത്തെ GDPക്ക് സംഭാവന നൽകുന്നത്. അതിൽ വലിയ വളർച്ച ഉണ്ടായാലേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂ. നിലവിൽ രാജ്യത്തിൻ്റെ GDPയുടെ 53% സംഭാവന നൽകുന്നത് IT ഉൾപ്പെടെയുള്ള സേവന മേഖലയിലാണ്. എന്നാൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്നത് കേവലം 32% പേർ മാത്രമാണ്. അതിൽ തന്നെ 10% ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇനിയും കൂടുതൽ വളരേണ്ടതുണ്ട്. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് 60% വരുന്ന വർക്കിംഗ് ജനസംഖ്യയിൽ എത്ര പേര് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ്. ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആകെ ജനസംഖ്യയുടെ 60%-മായ 84 കോടിയിൽ 40% മാത്രമാണ്. അതായത് 36 കോടി ജനങ്ങൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ രാജ്യത്തിന് പ്രൊഡക്റ്റീവായി സംഭാവന ചെയ്യും വിധം ജോലി ചെയ്യുന്നത്. തൊഴിലവസരം ഇല്ലാത്തത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിന് മോദി മാത്രമായിരുന്നു ഉത്തരവാദി എന്നാണ് എൻ്റെ ചോദ്യം. ഈ രാജ്യം കാലങ്ങളായി ഭരിച്ച ആളുകൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? രാജ്യത്തെ തൊഴിലില്ലായ്മ ഇന്ന് വെറും 7% മാത്രമാണ്. എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചാൽ തൊഴിൽ ചെയ്യാതെ നിൽക്കുന്ന ആളുകളിൽ 18% ഡിഗ്രി വരെ പഠിച്ച ആളുകളാണ്. +2 വിദ്യാഭ്യാസം മാത്രമുള്ളതിൽ 8% പേർക്കാണ് രാജ്യത്ത് ജോലിയില്ലാത്തത്. അതേസമയം 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളതിൽ വരുമാനമാർഗമില്ലാത്തത് കേവലം 3% മാത്രമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരിൽ വരുമാനമില്ലാത്തത് കേവലം 1.5% ആളുകൾക്ക് മാത്രമാണ്. അതായത് അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്ത 98% കൂടുതൽ ആളുകളും ശ്രമിക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസമുള്ളവരുടെ വൈറ്റ് കോളർ ഭ്രമം തൊഴിലില്ലായ്മയ്ക്ക് ഒരു ഉദാഹരണമാണ് എന്നുള്ള സത്യം. ഉദാഹരണം പറഞ്ഞാൽ ദേശീയ തൊഴിലില്ലായ്മ ശരാശരി 7% മാത്രമുള്ളപ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ ശരാശരി 14%. എന്നാൽ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളുടെ ഗൾഫാണ് കേരളം താനും. വ്യത്യാസം ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു കാര്യം സാമൂഹികമായ ചുറ്റുപാടുകൾ, അതായത് ജാതി മത വേലികൾ ചിലരെ ജോലി ചെയ്യുന്നില്ലെന്ന് പിന്നോട്ടടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ സവർണ വരേണ്യ വിഭാഗവും യാഥാസ്ഥിക മുസ്ലിം വിഭാഗം കേരളത്തിലും സ്ത്രീകളെ ജോലിക്ക് വിടുന്നതിലും പഠിപ്പിക്കുന്നതിലും വിമുഖത കാണിക്കുന്നു. ഒരു വീട്ടിൽ 15നും 60നും ഇടയിൽ പ്രായമുള്ള 4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ജോലിക്ക് പോവുകയും ഒരാൾ പഠിക്കാൻ പോവുകയും 2 സ്ത്രീകൾ വീട്ടിലിരിക്കുകയും ചെയ്യുമ്പോൾ 25% മാത്രമാണ് പ്രൊഡക്ടിവിറ്റി ആ കുടുംബത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെടുന്നത്. ഇങ്ങനെ ഐഡിയലായി പോകുന്ന സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ തുടങ്ങിയ പദ്ധതികൾ മോദി കൊണ്ടുവന്നത്. സുകന്യ സമൃദ്ധി യോജനയും മുദ്ര സ്റ്റാർട്ടപ്പ് പദ്ധതികളിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകിയതും. ഒപ്പം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വീട്ടിൽ നിന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് വിവിധ സ്കോളർഷിപ്പുകൾ നൽകുന്നതും മുത്തലാഖ് നിർത്തലാക്കൽ പോലെയുള്ള സ്ത്രീ ശാക്തീകരണം ചെയ്യുന്നതും. അല്ലാതെ മുസ്ലിം മതവിഭാഗം ആരോപിക്കും പോലെ മതത്തിലിടപെടാൻ മോദി ശ്രമിക്കുന്നതല്ല. ഒപ്പം തീവ്ര ഹിന്ദു വിഭാഗം പറയുന്ന പോലെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി മോദി വോട്ട് ബാങ്ക് നാടകം കളിക്കുന്നതുമല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാജ്യത്തിൻ്റെ വളർച്ച മാത്രമാണുള്ളത് എന്ന് വിശദമായി മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിനോടുള്ള ആരാധന വീണ്ടും വീണ്ടും കൂടുതൽ തോന്നിപ്പോകുന്നത്. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ വരുമാന ചോർച്ച കുറയ്ക്കുക എന്നുള്ളതാണ്. രാജ്യം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ഇന്ധനം പുറത്തു നിന്ന് വാങ്ങുന്നതിനാണ്. അതൊഴിവാക്കാനാണ് മോദി റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി സംസാരിക്കുന്നത്. സോളാർ രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കി അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്, ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്, നാളത്തെ ഹൈഡ്രജൻ ഇന്ധനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, കാശ്മീരിൽ ലിഥിയം മൈനിങ് തുടങ്ങുന്നത്. അദാനി പോലുള്ള വ്യവസായികൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഗ്രീൻ എനർജി ബിസിനസ് വ്യാപകമാക്കി അവസരം മുതലെടുക്കുന്നത്. അതിന് മോദി അദാനിയെ സഹായിക്കുന്നുവെന്ന് കുറ്റം പറയാതെ കൂടുതൽ ആളുകൾ ആ അവസരം ഉപയോഗിച്ച് അദാനിയും അംബാനിയും ആകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി മോദി പോകുന്ന വഴി ഏതറ്റം വരെയുമാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഊർജ്ജ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തമല്ലാതിരുന്ന കാലത്താണ് മോദി അധികാരത്തിലെത്തുന്നത്. രാജ്യത്ത് ഇതുവരെ വൈദ്യുതി എത്താത്ത 18,000 ഗ്രാമങ്ങളിൽ 2017 സെപ്റ്റംബർ 31 മുമ്പ് വൈദ്യുതി എത്തിക്കും എന്ന് ചെങ്കോട്ടയിൽ നിന്ന് 2014 ഓഗസ്റ്റ് 15 പ്രഖ്യാപിച്ച് വെറുതെ ഇരിക്കുകയല്ല മോദി ചെയ്തത്. ശ്രീ പീയൂഷ് ഗോയലിന് ഊർജ്ജ വകുപ്പിൻ്റെ ചുമതലയും ടാർഗറ്റും നൽകി. 18,000 ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി 2017 മാർച്ചിൽ തന്നെ പീയൂഷ് ഗോയൽ എത്തിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനു പിന്നിൽ നടത്തിയ തയ്യാറെടുപ്പും അതിനുവേണ്ടി ചെലവഴിച്ച പണവും പദ്ധതികളും പരിശ്രമങ്ങളും കൂടി അറിയണം. രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ചു. 100 കണക്കിന് പുതിയ ട്രാൻസ്ഫോമറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. ഉണ്ടാക്കിയ വൈദ്യുതി ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ ട്രാൻസ്മിഷൻ ലൈനുകൾ നിർമ്മിക്കേണ്ടി വന്നു. ഇതിനായി എല്ലാ സംസ്ഥാനങ്ങൾക്കും പണവും കൃത്യമായ ടാർഗറ്റും നൽകി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഏകോപിപ്പിച്ചു. അതിനുശേഷം പ്രസരണ നഷ്ടം കുറയ്ക്കാൻ രാജ്യമാകെ LED വിപ്ലവം കൊണ്ടുവന്നു. 18,000 ഗ്രാമങ്ങളിൽ നിന്ന് വൈദ്യുതി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത 4 കോടി കുടുംബങ്ങളിലേക്ക് വൈദ്യുതി കണക്ഷൻ സൗജന്യമായി നൽകി. അതെല്ലാം ഓരോ വീട്ടിലും വൈദ്യുതി എത്തിയാൽ മാത്രമേ അവിടെ കൂടുതൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടാവൂ എന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഓരോ വീട്ടിലും സാധ്യമായത്. കൂടാതെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ഡീസൽ പമ്പുകളും ട്രാക്ടറും നൽകി അവരെ വളർത്താൻ ശ്രമിച്ചു. ഇതൊന്നും കൂടാതെ രാജ്യം ഊർജ്ജ കാര്യത്തിൽ
സ്വയം പര്യാപ്തരാവാൻ ദേശീയ പതാകയിലെ കാവി നിറം പ്രതിനിധാനം ചെയ്യുന്ന ഊർജ്ജ വിപ്ലവത്തിനായി സാഫ്രോൺ റവല്യൂഷൻ ആഹ്വാനം നടത്തി. അതിനെ എതിരാളികൾ ഹിന്ദുത്വത്തിൻ്റെ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഇന്നും സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ GDPയുടെ 3% അനുവദിക്കുന്നുള്ളൂ എന്ന് കേരളം വിലപിക്കുമ്പോൾ, അതുകൂടാതെ ഊർജ്ജ മേഖലയിൽ GDPയുടെ 0.5%, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് GDPയുടെ 1%, വർഷാവർഷം പലിശയില്ലാതെ നൽകാൻ തയ്യാറായ മോദിയുടെ കേന്ദ്ര സർക്കാരിനെ അവർ കാണുന്നില്ല. പക്ഷേ കൃത്യമായ പദ്ധതി അവതരിപ്പിച്ചാൽ മാത്രമേ ആ പണം അനുവദിക്കൂ എന്ന് മാത്രമല്ല, പദ്ധതിയുടെ പ്രോഗ്രസ് അനുസരിച്ച് വിഹിതങ്ങളായി മാത്രമേ അത് കിട്ടൂ എന്നുള്ളതുകൊണ്ട് കണക്ക് ചോദിക്കുന്ന പണം ആവശ്യമില്ലാത്ത, പദ്ധതികൾ ഒന്നും തന്നെ മുൻപിൽ വെക്കാനില്ലാത്ത കേരളത്തിന് ആ പണം വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് മലയാളികൾ അറിയുന്നില്ല. അല്ലെങ്കിൽ മലയാളികൾ അതറിയാൻ രാഷ്ട്രീയ നേതാക്കൾ അനുവദിക്കുന്നില്ല.